ഹായ് ഫ്രണ്ട്സ്, മെൻ്റൽ എബിലിറ്റി എന്ന സെക്ഷനിലെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 ഹോൾ ഡിവൈഡഡ് ബൈ 10 മൈനസ് 9 ഡിവൈഡ് ബൈ 3. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ബോർഡ് മാസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന ഓപ്പറേഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൈനസ് ഉണ്ട് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ അഡീഷൻ ഉണ്ട്, വേറെ ഏതെങ്കിലും ഉണ്ടോ, ഡിവിഷനും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഡി മാസ് റൂള് വേണം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഏത് ഓപ്പറേഷനാ, ഡിവിഷൻ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏതെടുക്കണം, അഡീഷൻ. ഏറ്റവും ലാസ്റ്റ് വേണം സബ്ട്രാക്ഷൻ ചെയ്യാൻ. സോ നമുക്കിതെങ്ങനെ ആൻസർ വരാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 ഹോൾ ഡിവൈഡഡ് ബൈ 10 മൈനസ് 9 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇവിടെ ഡിവിഷൻ ഉള്ളത് ഇവിടെയാണ് അല്ലേ, ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. അപ്പം 9 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക ആൻസർ? 3 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ നോക്കിയാൽ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ കൊടുക്കാം. 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 3. ഇനി അടുത്ത ഏതാ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ എന്താ ഇവിടെയാണ് ഉള്ളത് അല്ലേ, 12 ഇൻറ്റു 3. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടുന്നു? 48 അതുപോലെ എഴുതി, മൈനസ് 12 ഇൻറ്റു 3. 12 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 3 നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എത്രയാ? 7 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, ന്യൂമറേറ്ററിൽ അല്ലേ, ന്യൂമറേറ്ററിൽ സബ്ട്രാക്ഷനും അഡീഷനും ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? അഡീഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ. നമ്മുടെ റൂൾ അനുസരിച്ച് ഏതാ ചെയ്യേണ്ടത്? അഡീഷനാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ തെറ്റിക്കുന്ന ഒരു കാര്യം, അഡീഷൻ ചെയ്യുമ്പോൾ 2 നമ്പറിൻ്റെയും സൈൻ എടുക്കാൻ വിട്ടുപോകരുത്. ഓക്കെ അല്ലേ, 2 നമ്പറിൻ്റെയും സൈൻ എടുക്കാൻ വിട്ടുപോകരുത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ 36 അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. നെഗറ്റീവ് 36 പ്ലസ് 9ൻ്റെ വാല്യൂ വേണം നിങ്ങളിവിടെ കൊടുക്കാനായിട്ട്. അപ്പം നെഗറ്റീവ് 36 പ്ലസ് 9 എന്തായിരിക്കും ആൻസർ വരിക? നെഗറ്റീവ് 36, ഒരു നമ്പർ നെഗറ്റീവ് ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് വലിയ നമ്പറിൻ്റെ സൈന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസറിൽ കൊടുക്കാനായിട്ട്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒരു നമ്പർ നെഗറ്റീവ്, ഇപ്പോൾ 36ൻ്റെ സൈൻ നെഗറ്റീവാണ്, പിന്നെ 9ൻ്റെ സൈൻ എന്താ, പോസിറ്റീവാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 27 കിട്ടും. ഇനി വലിയ നമ്പർ ഏതാണ്? 36 അല്ലേ, അതിൻ്റെ സൈൻ എന്താ, നെഗറ്റീവ്. സോ ആൻസറിൽ വലിയ നമ്പറിൻ്റെ സൈനെ കൊടുക്കാവൂ. അപ്പോൾ നമുക്കിവിടെ മൈനസ് 36 പ്ലസ് 9ന് പകരം നമുക്ക് ആരെ റീപ്ലേസ് ചെയ്യാം? മൈനസ് 27 ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും നോക്കിയപ്പോൾ 48 ഉണ്ട് അവിടെ. ഈ മൈനസ് 36 പ്ലസ് 9ന് പകരം മൈനസ് 27 ഇട്ടു ബൈ 7. ഇനി എന്ത് ചെയ്യുക? 48 മൈനസ് 27 എത്രയാണെന്ന് നോക്കുക, 21 എന്ന് കിട്ടും. 21 ബൈ 7 ആണ് ആൻസർ ആയിട്ട് വരിക. 7 ഇൻറ്റു 3 ആണ് 21. സോ ആൻസർ 3 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. മനസ്സിലായോ? ഇപ്പോൾ ഡി മാസ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്ത്. ആദ്യം ഡിവിഷൻ ചെയ്തു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, പിന്നെ അഡീഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 2 നമ്പറിൻ്റെയും സൈൻ എടുത്തോണം. ഇവിടെ 36ൻ്റെ സൈൻ നെഗറ്റീവും 9ൻ്റെ സൈൻ എന്താ, പോസിറ്റീവാണ്. ഇനി ആഡ് ചെയ്യുമ്പോൾ ഉള്ള റൂൾ എന്ന് പറഞ്ഞാൽ, ഒരു നെഗറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ നിങ്ങളോട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എഴുതിയിട്ട് വലിയ നമ്പർ ഏതാണോ അതിൻ്റെ സൈൻ വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്